ഓക്കെ, താഴത്തെ ടോയ്ലറ്റിൻ്റെ സിങ്കാണ്. നിഴൽ കാരണം ശ്രദ്ധയില്ല. ഇത് യൂഷ്വലി ഇത്രയും വൃത്തികേടാക്കി ഞാൻ ഇടാറില്ല. എല്ലാ 3 അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഞാൻ കഴുകാറുണ്ട്. പക്ഷേ ക്ലീനിങ് സംഭവത്തിന് വേണ്ടി ഞാനിത് കുറച്ച് ദിവസം കൂടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഒട്ടുമല്ല എൻ്റെ സിങ്ക്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. എൻ്റെ സിങ്ക് ക്ലീൻ ആക്കുന്ന സംഭവങ്ങൾ. വൈക്കാലാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രാൻഡ്. ഇത് കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഇത് എനിക്കുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്, 3 പൗണ്ട് അതിന്, എന്നാലും ഞാൻ മേടിക്കും. സിങ്ക് ക്ലീൻ ആക്കാൻ ഞാൻ പ്രത്യേകിച്ച് ചിലപ്പം ഗ്ലവ്സ് ഇടാറില്ല. ഒട്ടും തന്നെ ഗ്ലവ്സ് സിങ്ക് മാത്രമാണെങ്കിൽ ഇടാറില്ല. ഇതൊക്കെ തന്നെയാണ്. ഇതൊന്ന് തുറക്കട്ടെ. ഇത് സ്റ്റോപ്പിലേക്കാണ്. തിരിച്ചു തുറന്നു. ഇതിനെ ഒന്ന് വെറുതെ നനച്ച് വിട്ടു. യെസ്. ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു സിൽവർ ബിറ്റില്ലേ ടാപ്പിൻ്റെ, അത് പല സ്ഥലങ്ങളിലും നമ്മൾ ചിലപ്പോൾ വീടുകളിൽ കേട്ടോ, ഹോട്ടലുകൾ പോലത്തെ സ്ഥലമല്ല, അത് പോകുമ്പോഴത്തേക്കും ആരും തന്നെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി സ്ഥലത്ത് കുറവാണ്, ചെയ്യുന്നവരുണ്ട്, again ഇല്ലെന്നല്ല. പക്ഷെ പലയിടത്ത് ആൾക്കാർ അത് മിസ് ചെയ്ത് പോകാറുണ്ട്. എനിക്കിതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം. ആ സിൽവർ ബിറ്റ് അതങ്ങ് തിളങ്ങിയിരിക്കണം. ഏതാണ്ട് പോലെയാ. ഞാൻ ടാപ്പ് അതിൻ്റെ കൈപിടി എല്ലാം ഒന്ന് ശരിയാക്കി. അവിടെ ഇച്ചിരി മഞ്ഞ കിടക്കുന്നത് അത് പോകത്തില്ല ചുമ്മാ ബ്രഷ് ഇട്ട് വരച്ചാൽ. അതിന് ഇപ്പം ബ്ലീച്ച് എന്തെങ്കിലും ഒഴിച്ചിടേണ്ടി വരും. ഓക്കെ, ഈ നേരം കൊണ്ട് പോകേണ്ട വരുന്നു. ഞാൻ സൈഡ് അതിൻ്റെ വക്ക് മുഴുവനും ഒന്ന് ഉരച്ച് വിട്ട് ഇപ്പം തന്നെ അത് പോയി. ഇതുണ്ടല്ലോ, ചിലപ്പോൾ ഈ വക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈ ഒരു ഭാഗം ചിലപ്പോൾ പോകാറില്ല. അപ്പം അതിന് മാത്രം കുറച്ച് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഉരയ്ക്കേണ്ടി വരും. ആ സോപ്പ് ഇനഫ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട്. അത് എൻ്റെ സെലക്റ്റീവ് OCDയുടെ ഭാഗമായിട്ട് ഞാൻ കരുതപ്പെടുന്ന ഒരു മേഖലയാണ്. കണ്ടാ ഇളകി വരുന്ന കണ്ടാ കാണാവോ? ഇവിടെ ഒരു കപ്പില്ല. കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വെള്ളം കോരി പതുക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു. ഇനി താഴെയെല്ലാം ആകും, പക്ഷേ തുടച്ചിടാം. പോട്ടെ. നമ്മളെന്താ പൂജ ചെയ്ത പോലെ അല്ലേ, ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വെള്ളം അടിച്ചൊഴിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത്ര ആയിട്ടുണ്ട്. ആ കോർണറിലെ മഞ്ഞ ഒന്ന് കളയണം. അത് പോയിട്ടില്ലല്ലോ, ഉണ്ടോ? അവിടെ ഞാൻ ഇച്ചിരി ബ്ലീച്ച് ഒഴിച്ചിടാൻ പോവാം. ഒരു നുള്ള് ഉണ്ടോ ഈ ഒരു എണ്ട. പിന്നെ എനിക്ക് കറക്റ്റായിട്ടതൊന്ന് ഒഴിക്കുക. ഒരു അധികമൊന്നും വേണ്ട, ബ്ലീച്ച് ആയതുകൊണ്ട്. വരിക. മതി. ഇവിടെ ഉണ്ടല്ലോ 2 തുള്ളി. ഇവിടെ 2 തുള്ളി ഒഴിച്ചേക്കാം. ഈ ബ്ലീച്ച് ഞാൻ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ. ഇത് വല്ല കാലത്തേ ഉള്ളൂ. കാരണം ആ മഞ്ഞ അവിടെ കട്ട പിടിച്ചത് അത് പോകുന്നില്ല. അപ്പം അതിനെ വെളുപ്പിക്കാനായിട്ട്. സോ ദിസ് ഗോസ്. ഇങ്ങനെ വൈക്കാലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് തിരിച്ച് അടച്ചു വെക്കുക, അല്ലെങ്കിൽ എൻ്റെ അന്നക്കുട്ടി വന്ന് എങ്ങാനും സ്പ്രേ ചെയ്താലോ. ഓക്കെ, ഇനി മറ്റൊരു മേഖല നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നത് സിങ്കിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ കുഞ്ഞൊക്കെ ഇരുന്ന് നോക്കിയാലേ നമ്മൾ കാണുകയുള്ളൂ. ഉണ്ടോ? അതിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കി നടക്കുന്ന. ഓക്കെ,
അതൊക്കെ ജസ്റ്റ് ഒരു വൈപ്പും കൊണ്ടങ്ങ് തുടച്ച് വിടുക. ഉണ്ടോ വെള്ളമെല്ലാം ഇറങ്ങി, ഇനിയിപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കണം. പിന്നെ അതുകൊണ്ടോ സിങ്കിൻ്റെ ബിന്ന് അതിൻ്റെ അടപ്പയിലൊക്കെ ഇങ്ങനെയൊന്നും കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അത് ഞാനൊന്ന് തുടച്ചു. കണ്ടോ, എന്നെ തന്നെ കാണാൻ പറ്റിയില്ല. ഈ കണ്ടോ ആ ബ്ലീച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞ കോർണറിലുള്ളതൊക്കെ പോയത്. അടിപൊളി അടിപൊളി. പിന്നെ കണ്ടോ ഈ സിൽവർ ബിറ്റ് ടാപ്പിൻ്റെ തിളങ്ങി കിടക്കുന്നത്. ഭയങ്കര ഹാപ്പി. ഞാൻ വെട്ടം കൂടി ഇട്ട് കാണിക്കും. മുമ്പ് നമ്മൾ വെട്ടം ഇട്ടായിരുന്നല്ലോ. യാ.